കുക്കറി ഷോ തുടങ്ങാന്ന് പറഞ്ഞായിരുന്നു. ഇതുവരെ ഒന്നും റിപ്പോർട്ടൊന്നും കിട്ടിയില്ല. 20 ശേഷം തുടങ്ങും. മാർച്ച് 20 ശേഷം 19 അവാർഡ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് ശേഷം അവാർഡോ? എന്തിന്റെ അവാർഡ്? ബെസ്റ്റ് റിവ്യൂർ, ബെസ്റ്റ് ആക്ടർ എന്നൊക്കെ പറയും. എത്രയോട് സിനിമ ചെയ്തായിരുന്നു. ആ സിനിമ ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ അത് ആൾക്കാർക്ക് കണ്ട് ഫോളിൽ നിന്ന് കിട്ടുന്നത് കോളേജ് തൃശ്ശൂരിൽ നിന്ന് കോളേജിൽ നിന്ന്. അത് ഇറ്റാലി അതിൻ്റെ പോസ്റ്ററൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അല്ല, കുക്കറി ഷോ എവിടെന്നാ ചെയ്യുന്നത്? വീട്ടിൽ നിന്നാണോ അല്ലെങ്കിൽ സ്റ്റുഡിയോ ഉണ്ടോ? അത് ഒരു സ്റ്റുഡിയോ പോലെ സെറ്റ് ചെയ്യണം. എവിടെയെങ്കിലും ഒരു ഓപ്പൺ എയർ പ്ലേസിന് സെറ്റ് ചെയ്യണം. ഈ നീലാനമ്പിയൊക്കെ ചെയ്യുന്നത് അതുപോലെ. ശരിക്കും എവിടെ നിന്നാണ് ഈ കുക്കറി മറ്റേ കുക്കിംഗ് എല്ലാം പഠിച്ചത്? കുക്കിംഗ് പഠിച്ചത് എൻ്റെ അപ്പൂപ്പൻ കേടി ജോർജ് ഏട്ടൻ. ഏട്ടനല്ല, കേടി ജോർജ് അപ്പൂപ്പൻ പഠിപ്പിച്ചതെന്ന്. പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ കേടി ജോർജ് അപ്പൂപ്പനെ തങ്കിൽ ഡാഡി എന്നേ വിളിക്കണം. അപ്പൂപ്പനെ വിളിക്കില്ല, ഡാഡിനെ വിളിക്കണം. പുള്ളി ഷെഫായിരുന്നോ? ഷെഫല്ല, പുള്ളിക്ക് പാചകം അറിയാമായിരുന്നു. പട്ടാളക്കാരനായിരുന്നു. അപ്പോൾ പട്ടാളക്കാരനാകുമ്പോൾ സ്വയം പാചകമൊക്കെ അറിയണമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്കും അതിലൂടെ ഒരു കലാവാസന കിട്ടി. കല വേറെ ഉണ്ട്. പാട്ട്, മിമിക്രി, ഡാൻസ് ഒക്കെ പണ്ടും ഞാൻ ചെയ്യുമായിരുന്നു. എൻ്റെ ഫസ്റ്റ് എന്നെ LKG വട്ടത്തറയിൽ വലിയമ്മയാക്കി മേക്കപ്പ് ചെയ്തത് ഈ തങ്കിൽ ഡാഡിയായിട്ടുള്ള KD ജോർജ് അപ്പൂപ്പനാണ്. അപ്പൂപ്പൻ്റെ കഴിവ് എൻ്റെ അങ്കിളിന് കിട്ടിയായിരുന്നു. അങ്കിള് ഈ മറ്റേ ഈ കുളിക്കുമ്പോഴേക്ക് മനസ്സിലായി, അങ്കിള് ടോയ്ലറ്റിൽ കയറി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പാടും. ദിലീപിന്റെ പാട്ടൊക്കെ പാടും, ഡേവിഡ് ജോസ്. പക്ഷേ കിട്ടിയ കഴിവ് പാട്ടും പാടും ഡാൻസും കളിക്കും കൂടെ. എല്ലാരും പാടുമെന്നേ, പാട്ടൊക്കെ എല്ലാരും മൂളിപ്പാട്ടൊക്കെ പാടും. പക്ഷെ ഒരുത്തരോട് മൈക്കിൽ പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാടാൻ പറ്റില്ലാത്ത ആൾക്കാരാണ് അങ്കിൾമാരൊക്കെ. അങ്കിൾമാരെന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണ്. പക്ഷെ എനിക്കും എൻ്റെ അപ്പനും അത്യാവശ്യം തൊലിക്കട്ടി ഉള്ളതുകൊണ്ട് നമുക്ക് പാട്ട് അറിയില്ലെങ്കിൽ പാട്ട് പാടാൻ വലിയൊരു യേശുദാസ് അല്ലെങ്കിൽ കൂടിയും നമ്മൾ നാദർശിക്കേണ്ട ഒരു ശൈലിയിൽ പാടും. നാദർശിക്ക് വലിയ പാട്ടുകാരനല്ലെന്നാ പലരും പറഞ്ഞു വെച്ചത്. മനസ്സിലായോ? നാദർശിക്കാനെ പണ്ടേ. പിന്നീട് നാദർശിക്കയും ഗായകനാക്കി ആൾക്കാർ അംഗീകരിച്ചത്. ഒരു പാരഡി പാട്ടുകാരൻ എന്ന രീതിയിലാണ് നാദർശിക്കാൻ ആൾക്കാർ കണ്ടത്. പിന്നെ കട്ടപ്പന, ഋതിക് റോഷൻ എന്ന സിനിമ അല്ലെങ്കിൽ അമർ അക്ബർ തോണി വന്നതിന് ശേഷം മാത്രമാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ പുള്ളിക്ക് അംഗീകാരം കിട്ടിയത്. മനസ്സിലായോ? കാരണം ദിലീപേട്ടൻ്റെ